ബെയ്ലി പാലം ഇപ്പോൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാലത്തിൻ്റെ പേരാണ് ബെയ്ലി പാലം. എന്താണ് ഈ ബെയ്ലി പാലം? അത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ? എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പാലം സാധാരണയായി നിർമ്മിക്കുന്നത് തകർന്നു കിടക്കുന്ന ഒരു പ്രദേശത്തെ രണ്ട് കരകൾ തമ്മിൽ പെട്ടെന്ന് ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ്. അതായത് നമ്മൾക്ക് ഒരു പാലം പണിതുയർത്തിക്കൊണ്ട് വരാനുള്ള സമയമില്ല, പക്ഷേ അടിയന്തര ഘട്ടത്തിൽ അവിടെ ഒരു പാലത്തിൻ്റെ ആവശ്യമുള്ളപ്പോഴാണ് നമ്മൾ ഈ പാലം സജ്ജീകരിക്കുന്നത്. ഇങ്ങനെ സജ്ജീകരിക്കുന്ന പല പാലങ്ങളുണ്ടെങ്കിലും ബെയ്ലി പാലം എന്തുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നിർമ്മാണ പ്രത്യേകതയാണ്. വളരെ പെട്ടെന്ന് കൊണ്ടുപോകാവുന്നതും വണ്ടിയിൽ കയറ്റാവുന്നതുമായ തടിയും ഇരുമ്പും കൊണ്ട് നിർമ്മിക്കുന്ന ഒരു പാലമാണ് ഈ ബെയ്ലി പാലം. അതായത് നമ്മൾക്ക് ഈ പാലം പൊളിച്ചു മാറ്റാനും പാടില്ല, നിർമ്മിക്കുവാനും ഒരുപാട് പാടില്ലാത്തൊരു പാലമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സാധന സാമഗ്രികൾ കൊണ്ടുപോകാനും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനും അത്ര വലിയ പാടുള്ളതല്ല. പക്ഷേ ഈ പാലം ഒരുപാട് കാലങ്ങൾ ഈടോടുകൂടി നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് സാധാരണ ബെയ്ലി പാലം തന്നെ ഇങ്ങനെ ഒരു അടിയന്തര ഘട്ടങ്ങളിൽ നമ്മൾ പണിയാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. 1942 രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായിട്ട് ഈ പാലം രൂപകൽപ്പന ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ പിന്നീട് ഈ പാലം അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സൈന്യത്തിന് വേണ്ടിയല്ലാതെ ഈ പാലം നിർമ്മിച്ചത് 1996 നവംബർ 8 പത്തനംതിട്ട റാന്നിയിൽ പമ്പാ നദിക്ക് കുറുകെയുള്ള പാലം തകർന്നപ്പോഴാണ്. ഏകദേശം 2 മാസം ആൾക്കാർ ഈ പാലം സഞ്ചാരത്തിന് വേണ്ടി ഉപയോഗിച്ചു പോന്നിരുന്നു ആ സമയത്ത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സൈനിക ആവശ്യത്തിന് വേണ്ടി ബെയ്ലി പാലം നിർമ്മിച്ചത് ലഡാക്കിലാണ്. രണ്ടാം ലോകമഹായുദ്ധകാലത്താണ് ഈ പാലത്തിൻ്റെ ആവിർഭാവം. ഇപ്പോൾ ഈ പാലം ലോകവ്യാപകമായി വളരെയധികം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആ സമയത്ത് ബ്രിട്ടീഷ് അമേരിക്കൻ കരസേനകളായിരുന്നു ഈ പാലം ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. പിന്നീട് ഈ പാലത്തിന് ഇത്രയും പ്രാധാന്യം കിട്ടാനുള്ള കാരണം ഇതിൻ്റെ നിർമ്മാണത്തിലുള്ള ലാളിത്യം തന്നെയാണ്. ഇരുമ്പിലും തടിയിലും നിർമ്മിച്ചിട്ടുള്ള ഇതിൻ്റെ ഭാരം കുറഞ്ഞ ഭാഗങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് വളരെ എളുപ്പമാണ്. കൂടാതെ ഒരു സ്ഥലത്ത് ഈ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി മറ്റ് വലിയ യന്ത്ര സംവിധാനങ്ങളുടെ യാതൊരുവിധ ആവശ്യങ്ങളുമില്ല. അതൊക്കെ തന്നെയാണ് ഈ പാലത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് കാരണമായി തീർന്നിട്ടുള്ളത്. മറ്റു പാലങ്ങളെ അപേക്ഷിച്ച് 10 മടങ്ങ് എളുപ്പമാണ് ഈ പാലം നിർമ്മിക്കുവാൻ. പക്ഷേ ഈ പാലം വളരെ ഈടുറ്റതും ഉറപ്പുള്ളതും ടൺ കണക്കിന് ഭാരങ്ങൾ കയറ്റിക്കൊണ്ടു പോകാൻ പ്രാപ്തിയുമുള്ളതുമായ ഒരു പാലമാണ്. വളരെ വർഷങ്ങളായിട്ട് ബെയ്ലി പാലം ഉപയോഗിക്കുന്ന പല സ്ഥലങ്ങളുമുണ്ട്.